നമസ്കാരം. എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാസാഗറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് +1 ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയുടെ ബാക്കി ഭാഗമാണ്. അപ്പോൾ മിസ്റ്റർ ഗുപ്ത മാഗിയുടെ വീട്ടിൽ പോവുകയും മാഗിയെയും അമ്മയെയും സന്ദർശിക്കുകയും തിരിച്ച് അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തേക്ക് മടങ്ങുകയും ചെയ്തു. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം മാഗിയുടെ ഒരു കത്ത് നമ്മുടെ മിസ്റ്റർ ഗുപ്തയ്ക്ക് കിട്ടുകയാണ്. അമ്മയ്ക്ക് തീരെ സുഖമില്ല, മിസ്റ്റർ ഗുപ്ത ഒന്ന് വീട്ടിൽ വന്ന് കാണുകയാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു കത്ത് മിസ്റ്റർ ഗുപ്തയ്ക്ക് കിട്ടുകയാണ്. അപ്പോൾ അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. നമുക്കിതിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. അമ്മയ്ക്ക് സുഖമില്ല. കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് മാഗി വർക്കിന് പോകുന്നില്ല, ജോലിക്ക് പോകുന്നില്ല. അപ്പോൾ മിസ്റ്റർ ഗുപ്ത ഒന്ന് വന്ന് അമ്മയെ കാണുകയാണെങ്കിൽ, സന്ദർശിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്നായിരുന്നു ആ കത്തിൻ്റെ ഉള്ളടക്കം. നമുക്ക് ബാക്കി ഭാഗത്തിലേക്ക് കിടക്കാം. I had told the family with whom I lived about Maggie and her mother. ഞാൻ അവിടെ ഒരു വീട്ടിലൊരു പേയിങ് ഗസ്റ്റായിട്ടാണ് താമസിച്ചിരുന്നത്. ആ വീട്ടിലെ ആൾക്കാരോട് മാഗിയെക്കുറിച്ചും മാഗിയുടെ അമ്മയെക്കുറിച്ചൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഐ സ്പോക്ക് ഓഫ് ദി ലെറ്റർ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എനിക്ക് വന്ന കത്തിനെക്കുറിച്ച് പറയുകയും ചെയ്തു, മാഗി അയച്ച കത്തിനെക്കുറിച്ച് പറയുകയും ചെയ്തു. മൈ ഹോസ്റ്റസ് സെഡ്. അപ്പോൾ ഞാൻ താമസിക്കുന്ന വീട്ടിലെ ഹോസ്റ്റസ്, ആ വീട്ടുടമസ്ഥ എന്നോട് പറഞ്ഞു, വെൻ യു ഗോ, നിങ്ങൾ പോകുന്ന സമയത്ത് അവരെ കാണാനായിട്ട് ടേക്ക് സം മണി വിത്ത് യു, കുറച്ച് പൈസയും കൂടി നിങ്ങൾ കൊണ്ടുപോകണം. കാരണം ദ ഗേൾ ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു ഗോ ടു വർക്ക് ഫോർ എ വീക്ക്. കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് പെൺകുട്ടിക്ക് ജോലിക്കൊന്നും പോകാൻ കഴിയുന്നില്ലെന്നല്ലേ പറയുന്നത്. ഷീ ഹാഡ് നോട്ട് റിസീവ്ഡ് എനി പേ. ശമ്പളമൊന്നും കിട്ടിക്കാണുകയില്ല. ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് ദേ ആർ ഹാർഡ് അപ്പ്. മിക്കവാറും അവർ വലിയ ബുദ്ധിമുട്ടിലായിരിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കുറച്ച് പൈസയും കൂടി കൊണ്ടുപോകാനുള്ളൊരു ഉപദേശമാണ് എനിക്ക് ഹോസ്റ്റസ് തന്നത്. ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഐ ടുക്ക് സം മണി ആൻഡ് സെറ്റ് ഔട്ട് ഫോർ ലാംബത്ത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ എവിടേക്ക് പുറപ്പെട്ടു? ലാംബത്തിലേക്ക് പുറപ്പെട്ടു. ഐ നോക്ക്ഡ് അറ്റ് ദി ഡോർ. മാഗി ഓപ്പൺഡ് ഇറ്റ്. ഞാൻ കതകിൽ മുട്ടി. മാഗി വന്ന് എന്ത് ചെയ്തു? വാതിൽ തുറന്നു. ഷി വാസ് ലുക്കിംഗ് മച്ച് പുൾഡ് ഡൗൺ. വളരെ ക്ഷീണിതയായിട്ടാണ് മാഗി കാണപ്പെട്ടത്, കൂടുതൽ ക്ഷീണിതയായിട്ട് കാണപ്പെട്ടു. ഹെർ ഐസ് വെർ ഹോളോ ആൻഡ് റിങ്ഡ്. അവളുടെ കണ്ണുകളുടെ ചുറ്റും കറുപ്പ് നിഴലിച്ചിരുന്നു. ഓ താങ്ക് യു മിസ്റ്റർ ഗുപ്ത, ഷീ എക്സ്ക്ലെയിംഡ് വെൻ ഷീ സോ മീ. എന്നെ കണ്ടപാടെ അവൾ എന്ത് ചെയ്തു? അത്ഭുതത്തോടുകൂടി പറഞ്ഞു, ഓ താങ്ക് യു മിസ്റ്റർ ഗുപ്ത, വളരെ നന്ദിയുണ്ട് മിസ്റ്റർ ഗുപ്ത, താങ്കൾ വന്നല്ലോ. ഇറ്റ് ഈസ് സോ കൈൻഡ് ഓഫ് യു. താങ്കൾ വളരെ വലിയ മനുഷ്യനാണ്, താങ്കളുടെ വലിയ മനസ്സാണ് താങ്കളെ ഇവിടെ എത്തിച്ചത്. ഹൗ ഈസ് യുവർ മദർ മാഗി? ഐ ആസ്ക്ഡ്. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഞാൻ ചോദിച്ചു. ഷീ ഈസ് സ്ലീപ്പിംഗ് നൗ. അമ്മ ഇപ്പോൾ ഉറങ്ങുകയാണ്. മാഗി മറുപടി പറയുകയാണ്. ഹെർ കണ്ടീഷൻ ഈസ് വെരി സീരിയസ്. അമ്മയുടെ കണ്ടീഷൻ വളരെ മോശമാണ്, അവസ്ഥ വളരെ മോശമാണ്, പരിതാപകരമാണ്. ദ ഡോക്ടർ സെയ്സ് ഇറ്റ് ഈസ് അഗ്രവേറ്റഡ് ബൈ ഹെർ ആങ്സൈറ്റി ഓവർ ഫ്രാങ്ക്. ഡോക്ടർ പറയുന്നത് ഇറ്റ് ഈസ് അഗ്രവേറ്റഡ്, അമ്മയുടെ കണ്ടീഷൻ അഗ്രവേറ്റഡ്, കൂടുതൽ വഷളാവാനായിട്ടുള്ള കാരണം ബൈ ഹെർ ആങ്സൈറ്റി ഓവർ ഫ്രാങ്ക്. ഫ്രാങ്കിനെ കുറിച്ചുള്ള ഉത്കണ്ഠ കാരണമാണ് അമ്മയുടെ ഈ അവസ്ഥ കൂടുതൽ മോശമായതെന്നാണ് ഡോക്ടർ പറയുന്നത്. ദർ ഈസ് നോ ന്യൂസ് ഫ്രം ഹിം യെറ്റ്. ഫ്രാങ്കിൽ നിന്നും ഇതുവരെ ഒരു വാർത്തയും കേൾക്കാനില്ല. ഫ്രാങ്കിനെ കുറിച്ചൊരു വാർത്തയില്ല. ഷീ മെ നോട്ട് ലിവ്. മിക്കവാറും അമ്മ മരിച്ചു പോകുമെന്നാണ് തോന്നുന്നത്. മാഗി വളരെ സങ്കടത്തോടുകൂടി പറഞ്ഞു. ഐ ട്രൈഡ് ടു കൺസോൾ മാഗി ഡ്രൈയിങ് ഹെർ ഐസ് വിത്ത് മൈ ഹാൻഡ് കർച്ചീഫ്. എൻ്റെ ഹാൻഡ് കർച്ചീഫ് ഉപയോഗിച്ച് അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ഞാൻ അവളെ കൺസോൾ ചെയ്യാനായിട്ട്, മീൻസ് അവളെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. മാഗി കൺട്രോൾഡ് ഹെർ സെൽഫ് വിത്ത് ആൻ എഫർട്ട് ആൻഡ് സെഡ്. മാഗിയും സ്വയം ഒന്ന് ആശ്വസിക്കാൻ ശ്രമിച്ചു, ഒന്ന് കൺട്രോൾ ചെയ്തുകൊണ്ട് സംസാരിച്ചു. ഐ ഹാവ് എ റിക്വസ്റ്റ് ടു മേക്ക് ഓഫ് യു മിസ്റ്റർ ഗുപ്ത. എനിക്ക് താങ്കളോട് ഒരു അപേക്ഷയുണ്ട് ഗുപ്ത. വാട്ട് ഈസ് ഇറ്റ് മാഗി? ഐ ആസ്ക്ഡ്. അപ്പോൾ മിസ്റ്റർ ഗുപ്ത, ഞാൻ ചോദിച്ചു, എന്താണ് മാഗി ആ അപേക്ഷ? കേൾക്കണം. കം ഇൻ ടു ദ സിറ്റിംഗ് റൂം ആൻഡ് ഐ വിൽ ടെൽ യു, ഷീ ആൻസർഡ്. സിറ്റിംഗ് റൂമിലേക്ക് വരും, അവിടെ വെച്ച് ഞാൻ പറയാം. വി ടിപ്ടോഡ് കെയർഫുള്ളി ഇൻ ടു ദ സിറ്റിംഗ് റൂം. നമ്മൾ വളരെ ടിപ്ടോ ചെയ്താണ്, അതായത് ഒരു ശബ്ദം ഉണ്ടാക്കാതെ, പൂച്ച നടക്കുന്ന പോലെ ഒരു ശബ്ദവും ഉണ്ടാക്കാതെ എന്ത് ചെയ്തു? സിറ്റിംഗ് റൂമിലേക്ക് പോയി. ലെസ്റ്റ് ദ സൗണ്ട് ഓഫ് അവർ ഫുഡ് സ്റ്റെപ്സ് ഷുഡ് ഡിസ്റ്റർബ് ദ സിക്ക് വുമൺ. നമ്മുടെ കാലടി ശബ്ദം പോലും ആ രോഗിയായി കിടക്കുന്ന സ്ത്രീയെ ശല്യപ്പെടുത്തരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ എന്ത് ചെയ്തത്? വളരെ പതിയെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ സിറ്റിംഗ് റൂമിലേക്ക് കടന്നത്. ഐ ടേൺഡ് വെൻ ഐ റീച്ച്ഡ് ദ സെൻറ്റർ ഓഫ് ദി റൂം. റൂമിൻ്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ ഞാനൊന്ന് തിരിഞ്ഞു നിന്നു. ആൻഡ് റിമൈൻഡ് സ്റ്റാൻഡിങ് ദർ. എന്നിട്ട് അവിടെ തന്നെ നിന്നു. എന്നിട്ട് ചോദിച്ചു, വാട്ട് ഈസ് ഇറ്റ് മാഗി? എന്താ കാര്യം? എന്ത് റിക്വസ്റ്റാണ് നീ എന്നോട് ചോദിക്കാനായിട്ട് വരുന്നത്? ഐ റിപ്പീറ്റഡ് മൈ ക്വസ്റ്റ്യൻ. ഞാൻ എൻ്റെ ചോദ്യം ആവർത്തിച്ചു. മാഗി ഗേസ്ഡ് അപ്പ് ഇൻ ടു മൈ ഫേസ് വിത്ത് ബിസീജിങ് ഐസ്. ഒരു അപേക്ഷിക്കുന്ന കണ്ണുകളോടുകൂടി, ബിസീജിങ് ആയിട്ടുള്ള, റിക്വസ്റ്റിംഗ് ഐസ്, അതായത് അപേക്ഷിക്കുന്ന
അവ നോട്ടത്തോടുകൂടി മാഗി എൻ്റെ മുഖത്തേക്ക് നിന്നെ സൂക്ഷിച്ചു നോക്കി. ഐ വെയിറ്റഡ്, ഞാൻ കാത്തു നിന്നു അവൾ പറയുന്നതും കാത്ത്. ദെൻ ഷീ കവേർഡ് ഹെർ ഫേസ് വിത്ത് ഹെർ ഹാൻഡ്സ് ആൻഡ് വെപ്റ്റ് സൈലൻ്റ്ലി. ഒന്നും പറയാതെ തന്നെ അവൾ പെട്ടെന്ന് അവളുടെ കൈകളിലേക്ക് മുഖം പൂഴ്ത്തി എന്ത് ചെയ്യാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ഐ വാസ് ഇൻ എ ഫിക്സ്, ഞാൻ വല്ലാത്തൊരു കൺഫ്യൂഷനിലായിപ്പോയി. ഐ വാസ് ഇൻ എ ഫിക്സ്, ഐ വാസ് കൺഫ്യൂസ്ഡ്, വല്ലാത്തൊരു ഡിലേമയിലായിപ്പോയി, ധർമ്മസങ്കടത്തിലായിപ്പോയി ഞാൻ. വാട്ട് കുഡ് ഐ സേ ടു കൺസോൾ ദിസ് ചൈൽഡ്, ഈ കുഞ്ഞിനെ ഞാൻ എന്ത് പറഞ്ഞാണൊന്ന് ആശ്വസിപ്പിക്കുക. ഹെർ ബ്രദർ വാസ് ഫൈറ്റിംഗ് ഓൺ ദി ഫ്രോണ്ടിയർ, അവളുടെ സഹോദരനാണെങ്കിൽ യുദ്ധമുഖത്ത് പിന്നെ പോരാടുകയാണ്. ഒൺലി ഗോഡ് ന്യൂ വെദർ ഹി വാസ് എലൈവ് ഓർ ഡെഡ്, ദൈവത്തിന് മാത്രമേ അറിയാവൂ അവൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്നുള്ളത്. ഹെർ മദർ വാസ് ദി ഓൺലി പേഴ്സൺ ഷീ ഹാഡ് ഓൺ എർത്ത്, അവളുടെ അമ്മ എന്ന് പറയുന്ന വ്യക്തി മാത്രമാണ് ഈ ഭൂമിയിൽ അവൾക്ക് സ്വന്തമായിട്ടിപ്പോൾ ഉള്ളൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ. ഇഫ് ഷീ ലോസ്റ്റ് ഹെർ, അമ്മയെ നഷ്ടപ്പെടുകയാണെങ്കിൽ വാട്ട് വുഡ് ഹാപ്പൻ, എന്തായിരിക്കും സംഭവിക്കുക. വെയർ ഇൻ ലണ്ടൻ കുഡ് ദിസ് ഗേൾ ഓൺ ദി ത്രഷോൾഡ് ഓഫ് അഡോളസൻസ് ഗോ, ഈ കൗമാരത്തിൻ്റെ വാതിൽപ്പടിയിൽ നിൽക്കുന്ന ഈ പെൺകുട്ടി ആരുമില്ലാതായി കഴിഞ്ഞാൽ ലണ്ടനിൽ പിന്നെ എവിടെയാണ് അഭയം തേടുക, എവിടേക്കാണ് അവൾ പോവുക. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ ഓഥറിൻ്റെ മിസ്റ്റർ ഗുപ്തയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഐ പുൾഡ് ഹെർ ഹാൻഡ്സ് അവേ ഫ്രം ഹെർ ഫേസ്, ഞാൻ അവളുടെ മുഖത്തു നിന്നും കൈകൾ വലിച്ചു മാറ്റി. മാഗി ടെൽ മീ വാട്ട് യു വിഷ് മീ ടു ഡു, മാഗി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്. ഇഫ് ദർ ഈസ് എനിത്തിങ് ഐ ക്യാൻ ഡു ടു ഹെൽപ്പ് യു, നിന്നെ സഹായിക്കാൻ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഐ ഷാൾ നോട്ട് ഹെസിറ്റേറ്റ്, ഞാൻ ഒരു മടിയും വിചാരിക്കില്ല, ഒരു ഉപേക്ഷയും വിചാരിക്കില്ല, ഉറപ്പായിട്ടും ചെയ്തു തന്നിരിക്കും. അപ്പോൾ മാഗി മറുപടി പറയുകയാണ്. മിസ്റ്റർ ഗുപ്ത, ദ ഗേൾ സെഡ്, ഐ ഡു നോട്ട് നോ വാട്ട് യു വിൽ തിങ്ക് ഓഫ് ദ റിക്വസ്റ്റ് ഐ ആം ഗോയിങ് ടു മേക്ക്, ഞാൻ പറയാൻ പോകുന്ന ആ ഒരു റിക്വസ്റ്റ് അത് താങ്കൾ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ മുമ്പോട്ട് വയ്ക്കാൻ പോകുന്ന അപേക്ഷയെ താങ്കൾ എങ്ങനെ എടുക്കുമെന്നറിയില്ല. പ്ലീസ് ഫർഗീവ് മീ ഇഫ് ഇറ്റ് ഈസ് വെരി വെരി റോങ്, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ദയവായി എന്നോട് ക്ഷമിക്കണം. വാട്ട് ഈസ് ഇറ്റ്, വാട്ട് ഡു യു വിഷ് ടു ആസ്ക്, എന്താ കാര്യം, എന്താ എന്നോട് ചോദിക്കാമെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. All day yesterday, my mother kept saying that if Mr. Gupta would come and gaze into the crystal, he might learn something about Frank. അമ്മ ഇന്നലത്തെ ദിവസം മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓൾ ഡേ യെസ്റ്റർഡേ മദർ കെപ്റ്റ് സെയിങ്, അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ദാറ്റ് ഇഫ് മിസ്റ്റർ ഗുപ്ത വുഡ് കം ആൻഡ് ഗേസ് ഇൻ ദ ക്രിസ്റ്റൽ, മിസ്റ്റർ ഗുപ്ത ഒന്ന് വന്ന് ആ ക്രിസ്റ്റലിലേക്ക്, അതായത് നേരത്തെ പറഞ്ഞ മോതിരത്തിലെ ആ ഒരു ക്രിസ്റ്റലിലേക്ക് നോക്കുകയാണെങ്കിൽ ഹി മൈറ്റ് ലേൺ സംതിങ് അബൌട്ട് ഫ്രാങ്ക്, ഒരുപക്ഷെ മിക്കവാറും മിസ്റ്റർ ഗുപ്തയ്ക്ക് ഫ്രാങ്കിനെ കുറിച്ച് എന്തെങ്കിലും കാണാൻ കഴിയും, ഫ്രാങ്കിനെ കുറിച്ച് എന്തെങ്കിലും പറയാനായിട്ട് കഴിയും എന്ന് അമ്മ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മിസ്റ്റർ ഗുപ്ത ഈസ് എ ഹിന്ദു, ഷീ സെഡ്, മിസ്റ്റർ ഗുപ്ത ഒരു ഹിന്ദു ആണെന്നും അമ്മ പറഞ്ഞു. ഇഫ് ഓൺലി ഹി വുഡ് കം, ഷീ സെഡ്, അദ്ദേഹം വരികയാണെങ്കിൽ മാത്രം അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടാൽ മതിയെന്നും അമ്മ എന്ത് ചെയ്തായിരുന്നു, പറഞ്ഞായിരുന്നു. ദാറ്റ് ഈസ് വൈ ഐ റോട്ട് യു, അതുകൊണ്ടാണ് ഞാൻ ധൃതിപ്പെട്ട് അങ്ങേക്ക് എന്ത് ചെയ്തത്, കത്തെഴുതി അങ്ങേ ഇവിടെ വരുത്തിച്ചത്. അപ്പോൾ മിസ്റ്റർ ഗുപ്ത വന്ന് ആ റിങ്ങിൽ നോക്കി പറയുകയാണെങ്കിൽ, അതായത് ഫ്രാങ്കിനെ കുറിച്ച് അറിയാനായിട്ട് മിസ്റ്റർ ഗുപ്ത വരികയാണെങ്കിൽ എന്ത് ചെയ്യും, സാധിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് അമ്മ എന്ത് ചെയ്യുന്നത് ഇരിക്കുന്നത്. ആ അമ്മയുടെ വിശ്വാസം കാരണമാണ് ഞാൻ അങ്ങേക്ക് എന്ത് ചെയ്തത്, കത്തെഴുതിയത്. ഇഫ് യു വാണ്ട് മീ ടു ട്രൈ വൺസ് മോർ ഐ ഗോ ആൻഡ് ബ്രിങ് മീ ദ റിങ് മാഗി, ഓഫ് കോഴ്സ് ഐ വിൽ ഡു ഇറ്റ്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഞാൻ ആ റിങ്ങിലേക്ക് നോക്കണമെന്നാണ് പറയുന്നതെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പോയി ആ റിങ് എടുത്തുകൊണ്ട് വന്നാൽ ഞാൻ എന്ത് ചെയ്യാം, നോക്കാം, ക്രിസ്റ്റൽ റിങ് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നോക്കാം, എനിക്ക് വിരോധമൊന്നുമില്ല എന്നാര് പറഞ്ഞു, മിസ്റ്റർ ഗുപ്ത പറഞ്ഞു. അപ്പോൾ മാഗി ചോദിക്കുകയാണ്, ബട്ട് ഇഫ് യു ഡോണ്ട് സീ എനിത്തിങ് അഗെയിൻ ദിസ് ടൈം, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയതുപോലെ ഒന്നും കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും. ഐ അണ്ടർസ്റ്റുഡ് വാട്ട് മാഗി മെൻറ്റ്, മാഗി എന്താണ് അർത്ഥമാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഐ വാസ് സൈലൻറ്റ്, ഞാനൊന്നും പറഞ്ഞില്ല, ഒരക്ഷരവും വേണ്ടിയില്ല. മിസ്റ്റർ ഗുപ്ത, ഐ ഹാവ് റെഡ് ഇൻ ബുക്സ് ദാറ്റ് ഹിന്ദുസ് ആർ എക്സ്ട്രീംലി ട്രൂത്ത് ലവിങ്, ഞാൻ പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട് ഹിന്ദുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന്. ഇഫ് യു കുഡ് ബ്രിങ് യുവർ സെൽഫ് ടു ടെൽ മൈ മദർ ഓൺലി വൺസ് ആഫ്റ്റർ ലുക്കിംഗ് ഇൻ ടു ദ ക്രിസ്റ്റൽ, അമ്മയോട് താങ്കൾ ഒരേ ഒരു പ്രാവശ്യം പറയുകയാണെങ്കിൽ, ഒരേ ഒരു പ്രാവശ്യം, ആഫ്റ്റർ ലുക്കിംഗ് ഇൻ ടു ദ ക്രിസ്റ്റൽ, ആ ക്രിസ്റ്റലിലേക്ക് നോക്കിക്കൊണ്ട്, ദാറ്റ് ഫ്രാങ്ക് ഈസ് ഓൾ റൈറ്റ്, ഫ്രാങ്കിന് ഒരു കുഴപ്പമില്ല എന്ന് താങ്കളൊന്ന് പറയുകയാണെങ്കിൽ, ഒരു കളവ് പറയുകയാണെങ്കിൽ, ഒന്നും കണ്ടില്ല എങ്കിലും, വിൽ ഇറ്റ് ബി ടു മച്ച് ഓഫ് എ ലൈ, അതൊരു വലിയ കള്ളമായിരിക്കുമോ. അപ്പോൾ ഒരു കള്ളം പറയാനാണ് ആരാവശ്യപ്പെടുന്നത്, നമ്മുടെ മാഗി ഗുപ്തയോട് ആവശ്യപ്പെടുന്നത്. താങ്കൾ ആ ക്രിസ്റ്റലിലേക്ക് നോക്കി ഒരേ ഒരു പ്രാവശ്യം ആ ക്രിസ്റ്റലിലേക്ക് ഒന്നുകൂടി നോക്കിയിട്ട് ഫ്രാങ്കിന് ഒരു കുഴപ്പമില്ല എന്ന് അമ്മയോട് പറയുകയാണെങ്കിൽ, വിൽ ഇറ്റ് ബി ടു മച്ച് ഓഫ് എ ലൈ, അതൊരു വലിയ കള്ളമായിരിക്കുമോ. വിൽ ഇറ്റ് ബി വെരി വെരി റോങ്, അതൊരു വലിയ തെറ്റായിരിക്കുമോ. ആസ് ഷീ സ്പോക്ക് ടീയേഴ്സ് സ്ട്രീംഡ് ഫ്രം ഹെർ ഐസ്,
അവളുടെ നിഷ്കളങ്കത കൊണ്ടാണ് അവൾ ചോദിച്ചത്. ആ നിഷ്കളങ്കമായ ചോദ്യം ചോദിക്കുന്നതിനോടൊപ്പം തന്നെ അവളുടെ കണ്ണുകൾ ചാലിട്ടൊഴുകുന്നുണ്ടായിരുന്നു. ഐ തോട്ട് ഇറ്റ് ഓവർ. ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചു. ഒരു നല്ല കാര്യത്തിന് വേണ്ടി കളവ് പറയുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ ഒരു കളവ് കേൾക്കുകയാണെങ്കിൽ, ഫ്രാങ്കിന് കുഴപ്പമൊന്നുമില്ല എന്ന് കേൾക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ അമ്മ എന്ത് ചെയ്തേക്കാം, റിക്കവറായി വന്നേക്കാം. ഐ ആം നോട്ട് വെരി വിർച്വസ്. ഞാനൊരു വിർച്വസ് ആയിട്ടുള്ള ആളൊന്നുമല്ല, അത്രയ്ക്ക് വലിയ നന്മയുള്ള ആളൊന്നുമല്ല. ഐ ഹാവ് ഡൺ മെനി സിൻഫുൾ തിങ്സ്. ഒരുപാട് സിൻഫുൾ ആയിട്ടുള്ള മീൻസ് പാപകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഐ ഡിസൈഡഡ് ടു ഡു ദിസ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ചെറിയ പാപം കൂടി ചെയ്യാനായിട്ട് എന്ത് ചെയ്തു, തീരുമാനിച്ചു. ഒരു ചെറിയ കളവ് പറയാൻ തീരുമാനിച്ചു. ഇറ്റ് വുഡ് ബി ദ ലീസ്റ്റ് ഓഫ് മൈ ഒഫൻസസ്. ഞാൻ ചെയ്തിട്ടുള്ള ഒഫൻസുകളിൽ, പാപങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുത് തന്നെയായിരിക്കും. പ്ലീസ് മാഗി, ഡോണ്ട് ക്രൈ. മാഗി, നീ വിഷമിക്കേണ്ട. വെർ ഈസ് ദ റിംഗ്? ആ റിംഗ് എവിടെ? ലെറ്റ് മീ ടേക്ക് എ ഗുഡ് ലുക്ക് അറ്റ് ഇറ്റ് ദിസ് ടൈം. ഞാൻ ഒന്നുകൂടി സൂക്ഷിച്ചതിലേക്കൊന്ന് നോക്കട്ടെ. ഇഫ് ഐ ഡു നോട്ട് സീ എനിത്തിങ് ഐ ഷാൽ ഡു ആസ് യു സജസ്റ്റ്. ഇഫ് ഐ ഡു നോട്ട് സീ എനിത്തിങ്, എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ ഐ വിൽ ഡു ആസ് യു സജസ്റ്റ്. നീ അഭിപ്രായപ്പെട്ടതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാം. ഗോഡ് വിൽ ഫർഗീവ് മീ ഇഫ് ഇറ്റ് ഈസ് റോങ്. ദൈവം എന്നോട് ക്ഷമിക്കും ഞാൻ ഈ ചെയ്യുന്നത് എന്താണെങ്കിൽ, റോങ്, തെറ്റാണെങ്കിൽ. മാഗി ബ്രോട്ട് മീ ദ റിംഗ്. മാഗി മോതിരം കൊണ്ടെത്തുന്നു. ഐ ടുക്ക് ഇറ്റ് ആൻഡ് സെഡ് സീ ഇഫ് യുവർ മദർ ഈസ് അവൈക്ക്. അമ്മ എഴുന്നേറ്റ് വന്ന് എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് വരാൻ എന്ത് ചെയ്തു, മാഗിയോട് പറഞ്ഞു. അങ്ങനെ മാഗി അമ്മയെ തെരഞ്ഞുപോയി. 15 minutes passed before മാഗി കെയിം ബാക്ക്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാഗി എന്ത് ചെയ്തു, തിരികെ വന്നു. മദർ ഈസ് അവൈക്ക് ഷീ സെഡ്. അമ്മ ഉണർന്നു കഴിഞ്ഞു. ഐ ഹാവ് ടോൾഡ് ഹെർ യു ആർ ഹിയർ. ഞാൻ അമ്മയോട് പറഞ്ഞു നിങ്ങളിവിടെ ഉണ്ട് എന്ന് അമ്മയോട് എന്ത് ചെയ്തു പറഞ്ഞു. മേ ഐ സീ ഹെർ നൗ? ഇപ്പം എനിക്ക് കാണാൻ പറ്റുമോ അമ്മയെ? മിസ്റ്റർ ഗുപ്ത ചോദിച്ചു. പ്ലീസ് കം, ദയവായി വരൂ. അങ്ങനെ ഗുപ്തയും കൊണ്ട് എവിടേക്ക് പോയി, അമ്മയുടെ റൂമിലേക്ക് പോയി. ഐ അപ്രോച്ച്ഡ് ദ മദേഴ്സ് ബെഡ് സൈഡ്. ഞാൻ അമ്മയുടെ കിടക്കയ്ക്ക് അരികിലേക്ക് ചെന്നു. ദ റിംഗ് വാസ് ഇൻ മൈ ഹാൻഡ്. ആ മോതിരം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോഴും. വിഷിംഗ് ഹെർ എ ഗുഡ് മോർണിംഗ് ഐ സെഡ്. അമ്മയെ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട്, അതായത് വിഷ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു, മിസ്സിസ് ക്ലിഫോർഡ്, യുവർ സൺ ഈസ് അലൈവ്, ഹീ ഈസ് വെൽ. മിസ്സിസ് ക്ലിഫോർഡ്, താങ്കളുടെ മകൻ കുഴപ്പമൊന്നുമില്ല, അവൻ എന്ത് ചെയ്യുകയാണ്, ജീവിച്ചിരിപ്പുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് എന്ത് ചെയ്തു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ദ ഓൾഡ് വുമൺ റേസ്ഡ് ഹെർ ഹെഡ് എ ലിറ്റിൽ ഓഫ് ദ പില്ലോ. ആ വൃദ്ധയായ അവശയായിട്ടുള്ള സ്ത്രീ ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ, തൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ അവരുടെ തല ഒരൽപ്പം തലയിണയിൽ നിന്ന് ഉയർത്തി. ഡിഡ് യു സീ ദാറ്റ് ഇൻ ദ ക്രിസ്റ്റൽ? ഷീ ആസ്ക്ഡ്. താങ്കൾ ആ ക്രിസ്റ്റലിൽ കണ്ടതാണോ? മോതിരത്തിൽ നോക്കി പറഞ്ഞതാണോ? യെസ് മിസ്സിസ് ക്ലിഫോർഡ്, ഐ ആൻസർഡ് വിതൗട്ട് എനി ഹെസിറ്റേഷൻ. യാതൊരു മടിയും കൂടാതെ ഞാൻ പറഞ്ഞു, യെസ് മിസ്സിസ് ക്ലിഫോർഡ്, അതെ ഞാൻ മോതിരത്തിൽ കണ്ടതാണ് മിസ്സിസ് ക്ലിഫോർഡ് എന്ന് എന്ത് ചെയ്തു പറഞ്ഞു. ഐ ഹാവ് സീൻ ഇറ്റ്, ഞാനത് കണ്ടതാ എന്ന് പറഞ്ഞു. ഹെർ ഹെഡ് ഡ്രോപ്ഡ് ബാക്ക്. അവരുടെ തല പിന്നിലേക്ക് എന്ത് ചെയ്തു, തലയിണയിലേക്ക് എന്ത് ചെയ്തു, വീണു. ടീയേഴ്സ് ഓഫ് ഹാപ്പിനെസ് വെൽഡ് ഫ്രം ഹെർ ഐസ്. സന്തോഷത്തിൻ്റെ കണ്ണുനീർ അവരുടെ കണ്ണുകളിലൂടെ ചാലിട്ടൊഴുകി. അവർക്ക് ആശ്വാസമായി. ഷീ വിസ്പേർഡ് ഫെയിൻ്റ്ലി. അവർ വളരെ ഫെയിൻ്റ് മീൻസ് വളരെ ദുർബലമായ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മിസ്സിസ് ക്ലിഫോർഡ് റിക്കവേർഡ്. അങ്ങനെ മിസ്സിസ് ക്ലിഫോർഡ് എന്ത് ചെയ്തു, റിക്കവർ ചെയ്തു, മീൻസ് രോഗമുക്തയായി. അങ്ങനെ കുറച്ച് നാളുകൾ കൂടി എന്ത് ചെയ്തു, കടന്നുപോയി. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ടൈം ഫോർ മീ ടു റിട്ടേൺ ടു മൈ കൺട്രി. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം രാജ്യത്തേക്ക് പോകാനായിട്ടുള്ള സമയം വന്നെത്തി. ഇന്ത്യയിലേക്ക് തിരികെ പോകാനുള്ള സമയം വന്നെത്തി. ഐ വിഷ്ഡ് ടു ഗോ ടു ലാംബത്ത് ടു സേ ഗുഡ് ബൈ ടു മാഗി ആൻഡ് ഹെർ മദർ. മാഗിയോടും മാഗിയുടെ അമ്മയോടും ഗുഡ് ബൈ പറയാനായിട്ട്, അതായത് ഫെയർവെൽ, യാത്ര പറഞ്ഞ് മടങ്ങാനായിട്ട് അവരെ പോയി ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ബട്ട് ദ ഫാമിലി വാസ് ഇൻ മോർണിംഗ്. പക്ഷേ ആ കുടുംബം മോർണിംഗിലായിരുന്നു. മോർണിംഗ് എന്ന് പറഞ്ഞാൽ വിലാപം. കുടുംബത്തിൽ വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് മോൺ ചെയ്യാറുണ്ട്, അതായത് വിലാപത്തിലിരിക്കാറുണ്ട്. അപ്പോൾ ആ കുടുംബത്തിലെ ആരോ മരിച്ചുപോയി, ആരാണെന്ന് നമ്മൾ പറയും. അപ്പോൾ ആ കുടുംബം മോർണിംഗിലായിരുന്നു, മീൻസ് വിലാപത്തിലായിരുന്നു. ഫ്രാങ്ക് ഹാഡ് ബീൻ കിൽഡ് ഇൻ ദ ഫൈറ്റിംഗ് ഓൺ ദി ഫ്രോണ്ടിയർ. മരിച്ചത് മറ്റാരുമല്ല, ഫ്രാങ്കാണ് മരിച്ചത്. ഫ്രാങ്ക് കൊല്ലപ്പെട്ടു. ആ ഫ്രോണ്ടിയറിലെ യുദ്ധമുഖത്തെ പോരാട്ടത്തിൽ ഫ്രാങ്ക് എന്ത് ചെയ്തു, കൊല്ലപ്പെട്ടു. എ മന്ത് എഗോ, ഒരു മാസം മുമ്പ്, മാഗി ഹാഡ് സെൻഡ് മീ എ കാർഡ് വിത്ത് എ ബ്ലാക്ക് ബോർഡർ. ഒരു ബ്ലാക്ക് ബോർഡർ, അതായത് ഒരു കറുത്ത ബോർഡറോട് കൂടി ഒരു കാർഡ് മാഗി എനിക്ക് അയച്ചായിരുന്നു, ഫ്രാങ്കിൻ്റെ മരണവിവരം അറിയിച്ചുകൊണ്ട്. ഐ കാൽക്കുലേറ്റഡ് ഫ്രം ദി ഡേറ്റ്. ഞാൻ ആ ഡേറ്റ് വെച്ച് ഒന്ന് കണക്കാക്കി നോക്കി. ആൻഡ് ഫൗണ്ട് ദാറ്റ്, അപ്പോഴാണ് ഒരു കാര്യം എനിക്ക് പിടികിട്ടിയത്. ഫ്രാങ്ക് ഹാഡ് ബീൻ ഡെഡ് സം ഡേയ്സ് വെൻ ഐ ടോൾഡ് ഹിസ് മദർ ഹി വാസ് അലൈവ് ആൻഡ് വെൽ. അതായത് ഞാൻ മാഗിയുടെ അമ്മയെ പോയി കണ്ടിട്ട് മകൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞതിനും
ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ആര് മരിച്ചിരുന്നു, ഫ്രാങ്ക് മരിച്ചിരുന്നു എന്ന് ആ കാൽക്കുലേഷനിൽ നിന്നും ആ കണക്കുകൂട്ടലിൽ നിന്നും എനിക്ക് എന്ത് ചെയ്തു മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഐ ഫെൽറ്റ് അഷെയിംഡ് ടു ഫേസ് മിസ്സസ് ക്ലിഫോർഡ്. താൻ കളവ് പറഞ്ഞത് മിസ്സസ് ക്ലിഫോർഡിന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഐ ഫെൽറ്റ് അഷെയിംഡ് ടു ഫേസ് മിസ്സസ് ക്ലിഫോർഡ്. മിസ്സസ് ക്ലിഫോർഡിനെ ഫേസ് ചെയ്യാനായിട്ട് എനിക്ക് എന്ത് തോന്നി, ലജ്ജ തോന്നി. സോ ഐ റോട്ട് എ ലെറ്റർ ടു ദം. അതുകൊണ്ട് ഞാൻ അവരെ കാണാൻ പോയില്ല, അവർക്കൊരു കത്തെഴുതി. അനൗൺസിങ് മൈ ഡിപ്പർച്ചർ ആൻഡ് ബിഡിങ് ദ ഗുഡ് ബൈ. അവരോട് യാത്ര പറഞ്ഞുകൊണ്ടും എൻ്റെ ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകലിനെ എന്ത് ചെയ്തുകൊണ്ടും അവരെ അറിയിച്ചുകൊണ്ടും അവർക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരു കത്തെഴുതി. ദ മോർണിംഗ് ഓഫ് മൈ ലാസ്റ്റ് ഡേ ഇൻ ലണ്ടൻ ഡോണ്ട്. അങ്ങനെ എൻ്റെ ലണ്ടനിലെ അവസാനത്തെ ദിവസത്തെ പ്രഭാതം എന്ത് ചെയ്തു, ഉദിച്ചുയർന്നു. പ്രഭാത സൂര്യൻ ഉദിച്ചുയർന്നു. ഐ വാസ് ടു ലീവ് ബിഫോർ നൈറ്റ്. ഇന്ന് രാത്രിക്ക് മുമ്പേ എനിക്ക് പുറപ്പെടേണ്ടതായിട്ടുണ്ട്. ഐ വാസ് ബ്രേക്ക്ഫാസ്റ്റിംഗ് വിത്ത് ദ ഫാമിലി. ഞാൻ അവിടുത്തെ ഹോസ്റ്റസ് ഫാമിലിയുമായിട്ട് എന്ത് ചെയ്യുകയായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു. ദർ വാസ് എ നോക്ക് അറ്റ് ദി ഡോർ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആസ് ഐ വാസ് ബ്രേക്ക്ഫാസ്റ്റിംഗ് വിത്ത് ദ ഫാമിലിയുമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദർ വാസ് എ നോക്ക് അറ്റ് ദി ഡോർ. കഥകിലൊരു മുട്ട് കേട്ടു. എ മിനിറ്റ് ഓർ ടു ലേറ്റർ, 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദ മെയ്ഡ് കെയിം ഇൻ ആൻഡ് അനൗൺസ്ഡ്, പ്ലീസ് മിസ്റ്റർ ഗുപ്ത, മിസ് ക്ലിഫോർഡ് ഹാസ് കം ടു സീ യു. മെയ്ഡ്, അതായത് വേലക്കാരി അകത്തേക്ക് വന്നിട്ട് പറഞ്ഞു, മിസ്റ്റർ ഗുപ്ത, മിസ് ക്ലിഫോർഡ് മീൻസ് മാഗി, ആലീസ് മാർഗ്രറ്റ് ക്ലിഫോർഡ് എന്ന മിസ് ക്ലിഫോർഡ് താങ്കളെ കാണാൻ എന്ത് ചെയ്തിരിക്കുകയാണ്, വന്നിരിക്കുകയാണ്. മൈ ബ്രേക്ക്ഫാസ്റ്റ് വാസ് അൺഫിനിഷ്ഡ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. മാഗി ഹാഡ് കം ടു സേ ഗുഡ് ബൈ. മാഗി ഗുഡ് ബൈ പറയാനാണ് എന്ത് ചെയ്തത്, വന്നത്. ലെസ്റ്റ് ഷീ ബി ലേറ്റ് ഫോർ ഓഫീസ് ബിക്കോസ് ഓഫ് മീ. ഞാൻ താമസിക്കുന്നത് കൊണ്ട് അവൾ ഓഫീസിലേക്ക് ലേറ്റാകാൻ പാടില്ല എന്ന് തോന്നിയത് കൊണ്ട് ഐ ടുക്ക് ദി പെർമിഷൻ ഓഫ് മൈ ഹോസ്റ്റസ്. ഞാൻ എൻ്റെ ഹോസ്റ്റസിൻ്റെ പെർമിഷൻ വാങ്ങിയിട്ട് ഗോട്ട് അപ്പ് ഫ്രം ദി ടേബിളിൽ നിന്ന് എന്ത് ചെയ്തു, എഴുന്നേറ്റു. അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എന്ത് ചെയ്തു, എഴുന്നേറ്റു അവരുടെ അനുവാദം വാങ്ങിയിട്ട്. മാഗി വാസ് സ്റ്റാൻഡിങ് ഇൻ ദ ഹാൾ. മാഗി ഹാളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഷീ വാസ് വെയറിങ് ബ്ലാക്ക്. കറുത്ത വസ്ത്രമാണ് ധരിച്ചിരുന്നത്, വിലാപത്തിൻ്റെ ചിഹ്നം. ഐ ടുക്ക് ഹെർ ഇൻ ടു ദി അഡ്ജോയിനിങ് ലൈബ്രറി ആൻഡ് മെയ്ഡ് ഹെർ സിറ്റ് ഡൗൺ. ആ വീട്ടിലെ അടുത്തുള്ള ലൈബ്രറി റൂമിലേക്ക് കൊണ്ടുപോയി അവളെ എന്ത് ചെയ്തു, ഇരുത്തി. ആർ യു ലിവിങ് ടുഡേ, ഷി ആസ്ക്ഡ്. താങ്കൾ ഇന്ന് പോവുകയാണോ, അവൾ എന്നോട് ചോദിച്ചു. യെസ് മാഗി, ടുഡേ ഇസ് എ ഡേ ഓഫ് മൈ ഡിപ്പർച്ചർ. ഇന്നാണ് എൻ്റെ പുറപ്പെടൽ ദിവസം. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് യു ടു റീച്ച് യുവർ കൺട്രി. താങ്കളുടെ രാജ്യത്ത് എത്തിച്ചേരാൻ എത്ര സമയം എടുക്കും. എ ലിറ്റിൽ മോർ ദാൻ 2 weeks. 2 ആഴ്ചയോ അല്പം കൂടിയോ എന്ത് ചെയ്യും, എടുക്കും. ഞാൻ പറഞ്ഞു. ഇൻ വാട്ട് പാർട്ട് ഓഫ് ദ കൺട്രി ഡു യു ലിവ്. ആ രാജ്യത്തിൽ എവിടെയാണ് താങ്കൾ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, ഐ ഹാവ് എൻറ്റേഡ് ദ പഞ്ചാബ് സിവിൽ സർവീസ്. ഞാൻ പഞ്ചാബ് സിവിൽ സർവീസിൽ എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഐ ഷാൽ നോട്ട് നോ എക്സാക്ട്ലി വെയർ ഐ ആം പോസ്റ്റഡ് അണ്ടിൽ ഐ അറൈവ് ദർ. അവിടെ എത്തുന്നത് വരെ എനിക്ക് കൃത്യമായിട്ട് ഞാൻ എവിടെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. എക്സാക്റ്റ് സ്ഥലം എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ പഞ്ചാബ് സിവിൽ സർവീസിലാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ എൻ്റർ ചെയ്തിരിക്കുന്നതെന്ന് എന്ത് ചെയ്തു, മറുപടി കൊടുത്തു. ഈസ് ദ ഫ്രോണ്ടിയർ വെരി ഫാർ ഫ്രം ദെയർ. അവിടെ നിന്ന് വളരെ അകലെയാണോ ഈ ഫ്രോണ്ടിയർ മീൻസ് ബൗണ്ടറി, അതിർത്തി വളരെ അകലെയാണോ. നോ നോട്ട് വെരി. വളരെ അകലമൊന്നുമില്ല. ഫ്രാങ്ക് ഈസ് ബറീഡ് അറ്റ് ഫോർട്ട് മോൺറോ നിയർ ഡെറാഗാസി ഖാൻ്റെ അടുത്തുള്ള ഫോർട്ട് മോൺറോയിലാണ് ഫ്രാങ്കിനെ അടക്കിയിരിക്കുന്നത്. ദ ഗേൾസ് ഐസ് വെയർ ഫിൽഡ് വിത്ത് ടിയേഴ്സ് ആസ് ഷീ സ്പോക്ക്. ഇത് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ കണ്ണുനീർ ചാലിട്ടൊഴുകുന്നുണ്ടായിരുന്നു കണ്ണുകളിലൂടെ. വെൻ ഐ ഗോ ടു ദാറ്റ് പാർട്ട് ഓഫ് ദ കൺട്രി ഐ ഷാൽ വിസിറ്റ് യുവർ ബ്രദേഴ്സ് ഗ്രേവ് ആൻഡ് റൈറ്റ് ടു യു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അവിടേക്ക് പോകുന്ന സമയത്ത് ഞാൻ നിൻ്റെ സഹോദരൻ്റെ ശവകുടീരം പോയി സന്ദർശിച്ചിട്ട് നിനക്ക് എഴുതുന്നുണ്ട്. ഇറ്റ് വോണ്ട് ബി ട്രബിൾസം ഫോർ യു. അത് വലിയ ബുദ്ധിമുട്ടാവില്ലേ താങ്കൾക്ക്, മാഗി ചോദിക്കുകയാണ്. ഓർ ഇൻകൺവീനിയൻറ്റ്, അസൗകര്യമാവില്ലേ, മാഗി ആസ്ക്ഡ്. വൈ ഷുഡ് ഇറ്റ് ബി. അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, മിസ്റ്റർ ഗുപ്ത മറുപടി പറയുന്നു, വൈ ഷുഡ് ഇറ്റ് ബി, എന്തിന് ബുദ്ധിമുട്ടാവണം. ഡെറാഗാസി ഖാൻ ഈസ് നോട്ട് വെരി ഫാർ ഫ്രം വെയർ ഷാൽ ഐ ബി. ഞാൻ പോകാൻ പോകുന്ന സ്ഥലത്ത് നിന്നും ഏറെ അകലെ ആയിരിക്കില്ല ഡെറാഗാസി ഖാൻ എന്ന് പറയുന്ന പ്രദേശം. ഇറ്റ് വിൽ സർട്ടൻലി ബി പോസിബിൾ ഫോർ മീ ടു ഗോ ദെയർ സം ഡേ. എപ്പോഴെങ്കിലും ഒരിക്കലും എനിക്കവിടെ പോകാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ വിൽ റൈറ്റ് ആൻഡ് ടെൽ യു അബൌട്ട് ഇറ്റ്. ഞാൻ എഴുതി അറിയിക്കാം, അതിനെക്കുറിച്ച് എന്ത് ചെയ്യാം, നിന്നെ എഴുതി അറിയിക്കാമെന്ന് എന്ത് ചെയ്തു നമ്മുടെ ഗുപ്ത പറഞ്ഞു. മാഗീസ് ഫേസ് ഫിൽഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. മാഗിയുടെ മുഖം ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത, നന്ദി കൊണ്ട് എന്ത് ചെയ്തു, നിറഞ്ഞു. ആസ് ഷീ താങ്ക്ഡ് മീ ഹെർ വോയിസ് ചോക്ഡ്. അവൾ എനിക്ക് നന്ദി പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു, ഒരു ചെറിയ ശ്വാസം. ഷീ ടുക്ക് എ ഷില്ലിംഗ് ഔട്ട് ഓഫ് ഹെർ പോക്കറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഡൗൺ ഓൺ ദി ടേബിൾ ഇൻ ഫ്രണ്ട് ഓഫ് മീ.
അവളുടെ പോക്കറ്റിൽ കയറ്റി 1 ഷില്ലിങ്, ഒരു ചെറിയ നാണയം, തുച്ഛമായിട്ടുള്ള നാണയം എടുത്ത് എൻ്റെ മുമ്പിലുള്ള ടേബിളിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, പ്ലീസ് ബൈ ഫ്ലവേഴ്സ് വിത്ത് ദിസ് ഷില്ലിങ് വെൻ യു ഗോ. താങ്കൾ പോകുന്ന സമയത്ത് ഈ ഷില്ലിങ് ഉപയോഗിച്ച് കുറച്ച് പൂക്കൾ വാങ്ങണം. ആൻഡ് ലേ ദം ഓൺ മൈ ബ്രദേഴ്സ് ഗ്രേവ് ഫോർ മീ. എനിക്ക് വേണ്ടി എൻ്റെ സഹോദരൻ്റെ ശവകുടീരത്തിലേക്ക്, ശവക്കല്ലറയ്ക്ക് മുകളിൽ ഈ പൂക്കൾ എന്ത് ചെയ്യണം? താങ്കൾ അർപ്പിക്കണം. ഇൻ മൈ ഇമോഷൻ ഐ ലോവേർഡ് മൈ ഐസ്. വികാരാധീനനായിട്ട് ഞാൻ എൻ്റെ മിഴികൾ താഴ്ത്തി. ദ ചൈൽഡ് ഹാസ് ഏൺഡ് ദ ഷില്ലിങ് വിത്ത് സോ മച്ച് ടോയിൽ. ഈ കുട്ടി ഒരുപാട് അധ്വാനിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ ഈ 1 ഷില്ലിങ് എന്ത് ചെയ്തത്? സമ്പാദിച്ചത്. ഐ ഫെൽറ്റ് ലൈക്ക് റിട്ടേണിങ് ഇറ്റ് ടു ഹെർ. ആ പൈസ എനിക്ക് തിരിച്ചു കൊടുക്കാൻ തോന്നി. എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ദാറ്റ് ഇൻ അവർ കൺട്രി ഫ്ലവേഴ്സ് ഗ്രോ ഇൻ ഗ്രേറ്റ് പ്രൊഫ്യൂഷൻ ആൻഡ് ഡു നോട്ട് ഹാവ് ടു ബി പർച്ചേസ്ഡ്. നമ്മുടെ രാജ്യത്ത് പൂക്കൾ ഇഷ്ടം പോലെ വളരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പൂക്കൾ വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഈ പൈസ നീ വെച്ചോ എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് എന്ത് ചെയ്തു? തോന്നി. ബട്ട് ഐ റീകൺസിഡേർഡ്. പക്ഷെ ഞാൻ ഒന്നുകൂടി എന്ത് ചെയ്തു? ചിന്തിച്ചു. വൈ ഷുഡ് ഐ ഡിപ്രൈവ് ഹെർ ഓഫ് ദ ജോയ് ദിസ് സാക്രിഫൈസ് വുഡ് ഗിവ് ഹെർ. ഈ 1 ഷില്ലിങ് നാണയം ത്യജിക്കുന്നത് കൊണ്ട് അവൾക്ക് കിട്ടുന്ന മനസന്തോഷത്തെ ഞാൻ എന്തിനില്ലാതാക്കണമെന്ന് എന്ത് ചെയ്തു? ഞാൻ ചിന്തിച്ചു. ഓൾ ദാറ്റ് ദിസ് ഷില്ലിങ് കുഡ് ഹാവ് ഗിവൺ ഹെർ ഷി വാസ് ഫോർ ഗോയിങ് ഫോർ ദ ലവ് ഓഫ് ഹെർ ബ്രദർ. തൻ്റെ സഹോദരൻ്റെ സ്നേഹത്തിന് മുന്നിൽ ചെന്ന് നിൽക്കാൻ, തൻ്റെ സഹോദരനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരുപക്ഷെ ഈ 1 ഷില്ലിങ് മുടക്കിയേ മതിയാകൂ എന്നവൾക്ക് എന്ത് ചെയ്ത് കാണും? തോന്നിക്കാണും. ദ ജോയ് ഓഫ് ഡൂയിങ് ഇറ്റ് വാസ് ബിയോണ്ട് ഓൾ പ്രൈസ്. ആ പ്രവൃത്തി, ആ ചെയ്ത്ത്, അത് എല്ലാ വിലകൾക്കും അതീതമായിരുന്നു, എല്ലാ പ്രൈസിനും അതീതമായിരുന്നു. ദ ഗ്രീഫ് ഇൻ ഹെർ ഹാർട്ട് വുഡ് ബി ഈസ്ഡ് എ ലിറ്റിൽ. അവളുടെ ഹൃദയത്തിലെ ദുഃഖം ഒരല്പമെങ്കിലും എന്ത് ചെയ്ത് കാണും? ദൂരീകരിക്കപ്പെട്ട് കാണും. വാട്ട് ഗുഡ് വുഡ് ഇറ്റ് ഡു ടു ഡിപ്രൈവ് ഹെർ ഓഫ് ഇറ്റ്. അത് വേണ്ടെന്ന് വെപ്പിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അത് വേണ്ടെന്ന് വെപ്പിക്കുന്നതുകൊണ്ട് എന്ത് ലാഭമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഐ പിക്ഡ് അപ്പ് ദി ഷില്ലിങ്. അതുകൊണ്ട് തന്നെ അത് തിരിച്ചു കൊടുക്കാതെ ഞാൻ എന്ത് ചെയ്തു? അവളുടെ മനസ്സിലെ സന്തോഷം, സംതൃപ്തി അതുപോലെ തന്നെ നിലനിർത്താൻ വേണ്ടി എന്ത് ചെയ്തു? ആ ഷില്ലിങ് എന്ത് ചെയ്തു? എടുത്തു. മാഗി, ഐ സെഡ്, ഐ ഷാൽ യൂസ് ദിസ് ഷില്ലിങ് ടു ബൈ ഫ്ലവേഴ്സ് ആൻഡ് പുട്ട് ദം ഓൺ യുവർ ബ്രദേഴ്സ് ഗ്രേവ്. ഈ പൈസ ഉപയോഗിച്ച്, ഈ ഷില്ലിങ് ഉപയോഗിച്ച് പൂക്കൾ വാങ്ങി നിൻ്റെ സഹോദരൻ്റെ ശവകുടീരത്തിന്മേൽ ഞാൻ അർപ്പിച്ചുകൊള്ളാം. മാഗി സ്റ്റുഡ് അപ്പ്. ഹൗ ക്യാൻ ഐ താങ്ക് യു. മാഗി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു, ഹൗ ക്യാൻ ഐ താങ്ക് യു. ഞാൻ താങ്കളോട് എങ്ങനെയാണ് ഇതിനെല്ലാം നന്ദി പറയുക? ഷീ സെഡ്, നൗ ഇറ്റ് ഈസ് ടൈം ഫോർ മീ ടു ഗോ ടു വർക്ക്. ഗുഡ് ബൈ, റിമെമ്പർ ടു റൈറ്റ്. എനിക്ക് ഓഫീസിലേക്ക്, ജോലിക്ക് പോകാനായിട്ടുള്ള സമയമായി. ഗുഡ് ബൈ, റിമെമ്പർ ടു റൈറ്റ്. എഴുതാൻ മറക്കരുത്, ഓർക്കുക. ഐ ഗോട്ട് അപ്പ് ആൻഡ് ടുക്ക് ഹെർ ഹാൻഡ് ഇൻ മൈൻ. ഞാൻ എഴുന്നേറ്റു, അവളുടെ കൈകളെ എൻ്റെ കൈകളിൽ ഭദ്രമായി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഗുഡ് ബൈ മാഗി, ഗോഡ് ബ്ലെസ് യു. ഗുഡ് ബൈ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഐ സെഡ് ആൻഡ് പ്രസ്ഡ് ഹെർ ഹാൻഡ് ഇൻ ടു മൈ ലിപ്സ്. ഞാൻ അവളുടെ കൈകളെടുത്ത് എൻ്റെ ചുണ്ടുകളിലേക്ക് ചേർത്ത് ഒരു നറുചുംബനം അവളുടെ കൈകളിൽ നൽകി, ഒരു സ്നേഹചുംബനം. മാഗി ലെഫ്റ്റ്. മാഗി അതിനുശേഷം അവിടെ നിന്നും പോയി. ഐ വൈപ്ഡ് എ ടിയർ ഓർ ടു ഫ്രം മൈ ഐസ് ആൻഡ് വെൻറ്റ് അപ്സ്റ്റേഴ്സ് ടു പാക്ക് മൈ ബാഗ്സ്. എൻ്റെ കണ്ണിൽ നിന്നും തരുന്ന 1-2 കണ്ണുനീർ തുള്ളികളെ തുടച്ചു നീക്കിക്കൊണ്ട് ഞാൻ എൻ്റെ ബാഗുകൾ പാക്ക് ചെയ്യുന്നതിന് വേണ്ടി മുകളിലത്തെ നിലയിലേക്ക് സഞ്ചരിച്ചു. അങ്ങനെ അവിടെ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന കഥ അവസാനിക്കുകയാണ്. സോ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ വില എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയിലൂടെ മനുഷ്യബന്ധങ്ങളിലെ, മനുഷ്യഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ വിലയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒരിക്കലും പണം കൊടുത്ത് വാങ്ങാനാകാത്ത, അല്ലെങ്കിൽ പണം കൊണ്ട് നേടാനാകാത്ത ചില വൈകാരികമായിട്ടുള്ള ബന്ധങ്ങൾ, വൈകാരികമായിട്ടുള്ള മനുഷ്യൻ്റെ മാനസിക വ്യവഹാരത്തിൻ്റെ തലങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പാഠഭാഗമായിരുന്നു ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. അപ്പോൾ ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. പുസ്തകം വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ചാപ്റ്ററുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ, താങ്ക് യു.